നോർത്ത് ഇന്ത്യ UP ബംഗാളിൽ നിന്നൊക്കെ BJP MLA-മാരെ അടിച്ചോടിച്ചോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരുത്തന്റെ തല തല്ലി പൊളിച്ചു എന്ന് പറയുന്നു. ഇവന്മാരൊക്കെ എന്ത് വായി വെച്ച് കൊടുക്കുമെന്നോർത്താണ് മലയാളികൾ ഒലിപ്പിച്ച് ഇങ്ങനെ പുറകെ നടക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഹിറ്റ്ലർ മുസോളിനിക്കൊക്കെ പട്ടിയുടെ വില ഇവിടെ ആരെങ്കിലും കൽപ്പിക്കുന്നുണ്ടോ? കേരള ജനത വെറും മതഭ്രാന്തും മൂത്തും മാത്രമാണ് ഇവന്മാരെ പുറകെ കിടക്കണേ. നോർത്ത് ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളും ചെറിയ സിറ്റികളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടി വെള്ളം കുടിക്കില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ്. ഈ തീവ്രവാദ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വിവരമില്ലാത്ത കുറച്ച് കോവർ കഴുതകൾ ഈ നാട് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ നാട്ടിലും കേരളത്തിലും മതത്തിന്റെ പേരിൽ അടിക്കണം, കലാപങ്ങൾ ഉണ്ടാക്കണം, മുസ്ലിമിനെയും ക്രിസ്ത്യനെയും ദളിതനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു തീവ്രവാദ സംഘടന ഇവിടെ പൂവിട്ട് പൂജിക്കുന്ന തലയ്ക്ക് സ്ഥിരതയില്ലാത്ത മന്ദബുദ്ധികളുണ്ട്. ഈ മന്ദബുദ്ധികളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ്. വരും തലമുറകൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ എന്താണ് നിങ്ങൾ അവർക്ക് വേണ്ടി കരുതി വയ്ക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ മക്കളൊക്കെ എന്താ പുറത്തിറങ്ങി മതവിദ്വേഷം പരത്തണോ? അതോ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ പുറത്തിറങ്ങി നാളെ മുതൽ ഇവർ യുദ്ധം ചെയ്യണോ? നിങ്ങൾ ചെയ്തു വെക്കണതിന്റെ ബാക്കി നിങ്ങളുടെ തലമുറകളെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇത് കേരളമാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ബോധമുണ്ട്. നിങ്ങളുടെ ഈ പ്രാന്ത് മറ്റുള്ള ജനങ്ങളെ കൂടി അന്ധന്മാരാക്കല് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒരു മൊട്ടുസൂചി കുത്താനുള്ള ഇടം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളും മൊത്തം ഇവന്മാര് നശിപ്പിക്കും. ഇവന്മാരെ ഓരോ വില്ലേജും 50 വർഷം മുമ്പുള്ള കേരളം പോലെയാണ്. അതിന് കാരണവന്മാരെ മതഭ്രാന്തും ജാതി വർഗീയതയാണ്. എന്താണോ ലഡാക്കിന്റെ അവസ്ഥ അതേ അവസ്ഥ ഇവിടെയും വരും. നമ്മുടെ നാടിനെ ഇനി നീ ഒന്നും പുറകിൽ നിന്ന് കുത്തരുത്.